135 പേരുടെ ജീവനെടുത്ത് തീരാ നോവായി മാറിയിരിക്കുകയാണ് വയനാട് മേപ്പാടി മുണ്ടക്കൈ പ്രദേശങ്ങൾ. നമുക്ക് തത്സമയ വിവരങ്ങളിലേക്ക് പോകാം. അവിടെ തിരച്ചിൽ ആരംഭിച്ചു 7 മണിയോടെ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരെല്ലാം ഈ തിരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് ഒരു വലിയ ആശങ്കയെ തുടരുന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിനോട് സഹകരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാധ്യമങ്ങളും. നമുക്കിപ്പോൾ പോകാവുന്നത് മനോജ് ഉണ്ട് വിംസ് ഹോസ്പിറ്റലിൽ. മനോജിലേക്ക് പോകാം. മനോജ്, പരിക്കേറ്റവരെ ധാരാളമായി പ്രവേശിപ്പിച്ചിരിക്കുന്ന ഇടമാണ് വിംസ് ഹോസ്പിറ്റൽ. അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്താണ്? പരിക്കേറ്റവർ എത്ര വേഗം സുഖം പ്രാപിക്കും എന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ഒപ്പം അവർക്ക് ഈ പരിക്കേറ്റ ഇവിടെ പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് കൂടുതൽ വിവരങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നു അങ്ങനെയൊക്കെ നൽകാനും കഴിയുന്നുണ്ടോ? ആ തരത്തിൽ ശ്രമിക്കുന്നുമുണ്ടോ? തീർച്ചയായും വീണ, പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരാണ് ഭൂരിഭാഗം പേരും ഈ വിംസ് ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്. ഇതിൽ തന്നെ ആ പരിക്കേറ്റവരുടെ വിവരങ്ങൾ ഈ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 144 പേരാണ് ഇവിടെ നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ചൂരൽമല ഭാഗത്തു നിന്നുമൊക്കെ ആദ്യഘട്ടത്തിൽ പരിക്കേറ്റവരെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരും ഇതിൽ അപകടനില തരണം ചെയ്തു എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ എത്തിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ്. ഇതിൽ ഇപ്പോൾ വാർഡുകളിലായി ഇവിടെ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച നിരവധി പേരാണ് തങ്ങളുടെ ബന്ധുക്കളെയും ഒക്കെ തന്നെ നഷ്ടമായി ഇവിടെ വളരെയധികം മനോവിഷമത്തോടു കൂടി പരിക്കേറ്റുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന നിരവധി പേരുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ഈ ആശുപത്രിക്ക് മുന്നിൽ നിൽക്കുന്നതും. രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം വലിയ തരത്തിൽ ഈ ബന്ധുക്കളെയൊക്കെ തന്നെ പരിക്കേറ്റാലും അല്ലാതെ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആ ബന്ധുക്കളുടെ വിവരമൊക്കെ അറിയുമ്പോൾ ഇവിടെ ഈ ആശുപത്രിയിൽ കഴിയുന്നവർക്കും ഒരു ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ ഈ മരണസംഖ്യ ഉയരുന്നതും വലിയ തരത്തിലുള്ള ഒരു ആശങ്കയാണ് ഉളവാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ തങ്ങളുടെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശം ഒന്നാകെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു മനോവിഷമത്തിൽ തന്നെയാണ് ഈ പരിക്കേറ്റ് വേദന, ഉള്ളിലും വേദന, അതുപോലെ തന്നെ ശരീരമാസകലം വേദനയുമായി കഴിഞ്ഞുകൂടുന്നവർ. അവരൊക്കെ തന്നെ നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ അവർ കൃത്യമായും പറഞ്ഞിരുന്നു ഇത്തരത്തിൽ തങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത് തങ്ങളുടെ ബന്ധുമിത്രാദികളാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ ഒരു പ്രദേശം ഒന്നാകെ തന്നെ ആ വീടുകളാണ്. എല്ലാ കാര്യങ്ങളും അവർ വളരെയധികം മനോവിഷമത്തോടു കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞു കൂടുന്നവരും അവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത് എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി തോട്ടം തൊഴിലാളികളായിരുന്നു ഈ മേഖലയിൽ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇത്തരത്തിൽ പലരെയും ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ രക്ഷാപ്രവർത്തനം വളരെയധികം ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ മുന്നോട്ട് പോകുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പരിക്കേറ്റവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഇവിടെ നിന്നും കൂടുതലായി ഗുരുതരാവസ്ഥയിലുള്ളവരെ കോഴിക്കോടേക്കും കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇവിടെ ഇപ്പോൾ 144 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. ഇവിടെ എത്തിച്ചിട്ടുള്ള മൃതദേഹങ്ങളൊക്കെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ആ ചികിത്സ മുന്നോട്ട് പോകുന്ന സമയം പലരും ഈ ഗുരുതരാവസ്ഥയിൽ നിന്നും സുഖം പ്രാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. പലരും ഈ വലിയൊരു ദുരന്തത്തിൽ നിന്നും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടെത്തിയവരുണ്ട്. ഈ രക്ഷപ്പെട്ട് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ കൺമുന്നിലൂടെ കടന്നുപോയിട്ടുള്ള ഈ ഒരു ദുരന്തത്തിൻ്റെ നേർക്കാഴ്ച, അതൊക്കെ തന്നെ അതിൻ്റെ ഭീകരത എത്രത്തോളമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അവരൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു ദുരന്തം കേരള ജനതയെ ഒന്നാകെ തന്നെ നടുക്കിയ ഇപ്പോൾ ഈ തിരച്ചിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത്രയധികം മരണസംഖ്യ ഉയർന്നതാണ് കഴിഞ്ഞ ദിവസവും വളരെയധികം ആശങ്കപ്പെടുത്തിയ കാര്യം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്നവരെ കാണുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് ആശ്വാസം പകരുവാനുമായിട്ടൊക്കെ ഈ മറ്റ് മന്ത്രിസംഘവും അതോടൊപ്പം തന്നെ മറ്റ് ഭരണാധികാരികളുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടേക്ക് പലരും സന്ദർശനം നടത്തിയിരുന്നു. ഇന്നെന്തായാലും നിരവധി പേർ, മുഖ്യമന്ത്രി അടക്കം ഇന്ന് ഈ മേപ്പാടിയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ മറ്റ് പ്രതിനിധികളും ജനപ്രതിനിധികളും ഇതിൻ്റെ ചുമതലപ്പെട്ടവരൊക്കെ തന്നെ ഈ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ സംഘടനകളും ഇവർക്ക് വേണ്ടിയിട്ടുള്ള
ആവശ്യ സാമഗ്രികൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ്. അതോടൊപ്പം പരിക്കേറ്റവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് ഈ വാഹനങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് അവരൊക്കെ ഇന്നും രാവിലെ മുതൽ തന്നെ ഈ റോഡിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വളരെയധികം ഈ ഒരു ദുരന്തം വിതച്ചിട്ടുള്ള അതിൻ്റെ വ്യാപ്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ ഈ ഒരു രണ്ട് പ്രദേശങ്ങൾ ഇല്ലാതെ പോയിരിക്കുന്നു. അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് പരിക്കേറ്റ് കഴിയുന്നവരും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമൊക്കെ അവരുടെ വാക്കുകളിൽ അത് വ്യക്തമാണ് എത്രത്തോളം തീവ്രതയാണ് ഈ ഒരു ദുരന്തത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം. എന്തായാലും ഈ മേപ്പാടി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടി ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. വീണ്ടും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലും ഇത്തരത്തിൽ ഉരുൾപൊട്ടുന്ന സാഹചര്യമുണ്ടായി. പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഉണ്ടാകുന്നു. ഇതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പല പ്രതിസന്ധികളുമുണ്ട്. പല മേഖലയിലേക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യമൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും ഇന്ന് രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ്.